ശരിയാണോ? തുടങ്ങാം. അപ്പൊ എന്താ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താ? ഹാബിറ്റാറ്റ്. പിന്നെന്ത് പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്? വെരി ഗുഡ്. ഫുഡ്. നോൺ ലിവിങ് തിങ്സ് പഠിച്ചു, ലിവിങ് തിങ്സ് പഠിച്ചു, ഫുഡ് ചെയിൻ പഠിച്ചു, ഹാബിറ്റാറ്റ് പഠിച്ചു. ഓർമ്മയുണ്ടോ അത്? ഓക്കെ. അപ്പൊ നമുക്കിന്ന് ഹാബിറ്റാറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ. എന്തായിരുന്നു ഹാബിറ്റാറ്റ്? ഹാബിറ്റാറ്റ് എന്താ നമ്മൾ പഠിച്ചത്? ഒരു വ്യക്തിയുടെ ജീവിക്കുന്ന സ്ഥലം. ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ജീവിയുടെ ജീവിക്കുന്ന സ്ഥലം. എങ്ങനെ ജീവിക്കുന്ന സ്ഥലമാ? വെറുതെ അങ്ങ് ജീവിക്കുന്ന സ്ഥലമല്ല. ഒരു ജീവിക്ക് ജീവിക്കുന്നതിന് ആവശ്യമായ എല്ലാ ചുറ്റുപാടുകളും നിറഞ്ഞ സ്ഥലം. മനസ്സിലായോ? ഒരു ജീവിക്ക് ജീവിക്കുന്നതിനാവശ്യമായ എല്ലാ ചുറ്റുപാടും ഉള്ള സ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ ജീവിയുടെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫിഷിന്റെ ആവാസ വ്യവസ്ഥ പറഞ്ഞായിരുന്നു. ഫിഷിന്റെ ആവാസ വ്യവസ്ഥക്ക് എന്തോ നമ്മൾ പറഞ്ഞത്? പോണ്ട്. ആ പോണ്ടിൽ എന്തൊക്കെയുണ്ടാവും? നമ്മൾ പറഞ്ഞു ഒരു ജീവിക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ ചുറ്റുപാടുകളും എവിടെ വേണമെന്ന് പറഞ്ഞു? ആ ആവാസ വ്യവസ്ഥയിൽ വേണമെന്ന് പറഞ്ഞു അല്ലേ? ആവാസ വ്യവസ്ഥയിൽ വേണമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഫിഷ് പോണ്ടിലാണെന്നും പറഞ്ഞു. ഇനി ആ പോണ്ടിൽ എന്തൊക്കെയുണ്ടോ നിങ്ങളൊന്ന് പറഞ്ഞേ. ആ ഫിഷിന് എന്തൊക്കെ വേണം പറഞ്ഞേ. ഫിഷിന് ജീവിക്കാനുള്ള വെള്ളം, വാട്ടർ ഉണ്ട് അതില്. പിന്നെന്തുണ്ട്? കഴിക്കാൻ ലീവ്സ്. ഓക്കെ. ഫിഷിന് കഴിക്കാൻ ലീവ്സ് അല്ലെങ്കിൽ സ്മോൾ ഫിഷസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സ്മോൾ വേംസ് ഉണ്ടായിരിക്കും. വെരി ഗുഡ്. പിന്നെ എന്തുണ്ടായിരിക്കും? പിന്നെ എന്തൊക്കെ വേണം? നമുക്കായാലും എന്തൊക്കെ വേണം ജീവിക്കുന്നതിന്? സൺലൈറ്റ് വേണ്ടേ? എയർ വേണ്ടേ? വേണോ? നല്ല സൺലൈറ്റും എയറും ഒക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് നേരെ ജീവിക്കാൻ പറ്റൂ. അത്രയല്ലേ ഉള്ളൂ. അപ്പൊ ഈ പോണ്ടിൽ എന്തൊക്കെയുണ്ട്? പോണ്ടിൽ സൺലൈറ്റ് ഉണ്ട്, പിന്നെന്തുണ്ട്? വാട്ടർ ഉണ്ട്, പിന്നെന്തുണ്ട്? എയർ ഉണ്ട്, പിന്നെന്താ ഉള്ളത്? അതിന്റെ ഫുഡും ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ അടങ്ങിയ ഒരു സറൗണ്ടിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഫിഷിന്റെ ഹാബിറ്റാറ്റ് ഏതാന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒന്ന് പോണ്ട് പറയാൻ പറ്റും. പിന്നെ വേറൊന്ന് എന്ത് പറയാൻ പറ്റും? ഓക്കെ, റിവർ പറയാൻ പറ്റും. റിവർ, ലേക്സ് എല്ലാം പറയാൻ പറ്റും. പിന്നെ വേറെന്ത് പറയാൻ പറ്റും നമുക്ക്? സീ അല്ലെങ്കിൽ ഓഷൻ പറയാൻ പറ്റും അല്ലേ? സീ അല്ലെങ്കിൽ ഓഷൻ. ഈ സീയുടെ പ്രത്യേകത എന്തായിരിക്കും? സീയിൽ സോൾട്ടി വാട്ടർ ആണ്. ഓക്കെ. പിന്നെന്താ? പിന്നെ എന്തൊക്കെ കാണും സീയില്? വലിയ ഫിഷ് ഉണ്ടാവും, ചെറിയ ഫിഷ് ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും? ചെറിയ ചെറിയ പ്ലാന്റ്സ് ഉണ്ടായിരിക്കും. പ്ലാന്റ്, അക്വാട്ടിക് ആനിമൽസ് കാണും. വെരി ഗുഡ്. ഈ ചെറിയ ചെറിയ പ്ലാന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്നറിയോ? വെരി ഗുഡ്. പ്ലാങ്ക്ടൺ. എന്താ വിളിക്കുന്നത്? നമ്മുടെ സീയിൽ കാണപ്പെടുന്ന, നമ്മുടെ കടലിൽ കാണപ്പെടുന്ന ചെറിയ ചെറിയ പ്ലാന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്താ പറയുന്നത്? പ്ലാങ്ക്ടൺ. ഈ പ്ലാങ്ക്ടൺ ചെറിയ ഫിഷ്, ടൈനി ഫിഷ് ആയിരിക്കും. അതിന് ചിലപ്പോൾ നമുക്ക് എന്ത് പറ്റത്തില്ല? നമ്മുടെ കണ്ണ് വെച്ച് നമുക്ക് അതിനെ കാണാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ എങ്ങനെ കാണും? കണ്ണ് വെച്ച് കാണാൻ പറ്റത്തില്ല. നമ്മൾ എങ്ങനെ പ്ലാങ്ക്ടനെ കാണും? അല്ലെങ്കിൽ കണ്ണ് വെച്ച് കാണാൻ പറ്റത്തില്ല, നമുക്ക് എങ്ങനെ കാണാൻ പറ്റുമായിരിക്കും? പറയാൻ പറ്റുമോ? കണ്ണ് വെച്ച് നമുക്ക് കാണാൻ സാധിക്കാത്ത സാധനങ്ങളെ കാണാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം ഉണ്ട്. അതിന്റെ പേരറിയോ? ലെൻസ് ആണ്. ആ ലെൻസ് മൈക്രോസ്കോപ്പ്. ഈ ലെൻസ് ഘടിപ്പിച്ചേക്കുന്ന, അത് ഫിറ്റ് ചെയ്തേക്കുന്ന ഒരു ഉപകരണം ഉണ്ട്. ആ ഉപകരണത്തിന്റെ പേരെന്താ? മൈക്രോസ്കോപ്പ്. മനസ്സിലായില്ലേ? അപ്പൊ ഈ മൈക്രോസ്കോപ്പിലെ കൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഈ ചെറിയ ഈ പ്ലാങ്ക്ടൺ പോലുള്ള പ്ലാന്റ്സിനെ അല്ലെങ്കിൽ ഫംഗസ്, ആൽഗ എന്നൊക്കെ പറയുന്ന അനിമൽസിനെ ആയാലും പ്ലാന്റ്സിനെ ആയാലും ജീവവർഗങ്ങൾ, മനസ്സിലായില്ലേ, അതിനെ നമുക്ക് കാണാൻ പറ്റും. മനസ്സിലല്ലേ? അപ്പോ ഈ പ്ലാങ്ക്ടൺ ഒരു കളർ ഉണ്ട്. എന്താണെന്നറിയോ? പ്ലാങ്ക്ടന്റെ കളർ ഗ്രീൻ കളറാണ്. ഒരു പ്ലാന്റിന്റെ കളർ ഗ്രീൻ കളറാണെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? ഗ്രീൻ കളറുള്ള പ്ലാന്റ്സിന്റെ എന്താ അവരുടെ പ്രത്യേകത? അല്ലെങ്കിൽ പ്ലാന്റ്സിന്റെ പ്രത്യേകത എന്താ? ഗ്രീൻ കളറുള്ള പ്ലാന്റ്സ് വേണ്ട, പ്ലാന്റ്സിന്റെ പ്രത്യേകത പറഞ്ഞേ. പ്ലാന്റ്സിന്റെ പ്രത്യേകത, ദേ ക്യാൻ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്. മനസ്സിലായോ? അവർക്ക് ആവശ്യമായ ഫുഡ് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. എന്താ എക്സാമ്പിൾ? അവർ രാവിലെ എഴുന്നേറ്റ് ചോറ് വെക്കും, മീൻകറി വെക്കും, മോര് കാച്ചും. അങ്ങനെയാണോ അതിന്റെ അർത്ഥം? അങ്ങനല്ല. പ്ലാന്റ്സ് അതൊക്കെയാണോ കഴിക്കുന്നേ? പ്ലാന്റ്സ് അതൊന്നും അല്ല കഴിക്കുന്നത്, നമ്മളാണ് അതൊക്കെ കഴിക്കുന്നത് അല്ലേ? പ്ലാന്റ്സ് എന്താ കഴിക്കുന്നത്? പ്ലാന്റ്സിന് എന്ത് വേണം? പ്ലാന്റ്സിന് എനർജി മതി. മനസ്സിലായില്ലേ? വളരുന്നതിനാവശ്യമായ എനർജി മതി. ആ എനർജി പ്ലാന്റ്സ് എങ്ങനെ ഉണ്ടാക്കുന്നു? റൂട്ട് കൊണ്ട്. റൂട്ടിൽ നിന്ന് എങ്ങനെ ഉണ്ടാക്കുന്നു? അവർക്ക് ആവശ്യമായ വാട്ടറും ധാതുലവണങ്ങളും എല്ലാം വലിച്ചെടുത്തിട്ട് സ്റ്റെമ്മിൽ വന്നിട്ട് പ്ലാന്റ്സിന്റെ എല്ലാ പാർട്ടിലും അവരെത്തിക്കുന്നു. മനസ്സിലായില്ലേ? അതല്ല ഞാൻ ചോദിച്ചത്. പ്ലാന്റ്സ് എങ്ങനെയാ ഫുഡ് ഉണ്ടാക്കുന്നേ?
പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കുന്നത്. പ്ലാന്റ് നമ്മുടെ മണ്ണിൽ നിന്ന് ആ പ്ലാന്റിന്റെ റൂട്ട് ആവശ്യമായ വാട്ടറും ധാതു ലവണങ്ങളും എല്ലാം വലിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, ലീഫിന്നും അല്ല, ലീഫിന്നാണ്. ഓക്കെ, ലീഫിന്നാണ് പ്ലാന്റ്സിന് ആവശ്യമായ ഫുഡ് കിട്ടുന്നത്. എങ്ങനെ അതല്ല, റൂട്ട് വലിച്ചെടുക്കുന്ന ഫുഡ് അല്ല. സൺലൈറ്റ് പറയട്ടെ. പ്ലാന്റ്സ് സൺലൈറ്റിന്റെയും വാട്ടറിന്റെ ഹെൽപ്പോട് കൂടി ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും സൺലൈറ്റ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്താണെന്ന് അറിയാവോ? ഓക്സിജൻ എന്താണെന്ന് അറിയാവോ? എന്താ ഓക്സിജൻ? നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്ന ഒരു എയർ. അതെന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നേ? നമ്മള് ശ്വസിക്കാൻ, ബ്രീത്ത് ചെയ്യാൻ അല്ലേ? ബ്രീത്ത് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്സിജൻ. ബ്രീത്ത് ഔട്ട് ഏതാ? ശ്വാസം വിടുന്നത് ഏതാ? ബ്രീത്ത് ഇൻ ഓക്സിജനും ബ്രീത്ത് ഔട്ട് കാർബൺ ഡൈ ഓക്സൈഡും. അപ്പൊ നമ്മുടെ പ്ലാന്റ്സ് എന്താ ചെയ്യുന്നത്? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ പ്ലാന്റ്സ് എന്താ ചെയ്യുന്നത്? നമ്മുടെ പ്ലാന്റ്സ് സൺലൈറ്റിന്റെ ഹെൽപ്പോട് കൂടി കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും വെച്ച് അവർക്ക് ആവശ്യമായ ഫുഡ് എന്ത് ചെയ്യുന്നു? പ്രിപ്പയർ ചെയ്യുന്നു. എവിടെ വെച്ച് പ്രിപ്പയർ ചെയ്യുന്നു? ലീവ്സിൽ വെച്ച് പ്രിപ്പയർ ചെയ്യുന്നു. ഗ്രീൻ ലീവ്സിൽ. അത് പ്രത്യേകം ഓർത്തോണെ. ഗ്രീൻ ലീവ്സിൽ വെച്ച് എന്ത് ചെയ്യുന്നു? പ്രിപ്പയർ ചെയ്യുന്നു. മനസ്സിലായോ? ഈ പ്രക്രിയ, ഈ പ്രോസസ്സിനെ നമുക്കൊരു പേര് വിളിക്കാം. എന്ത് പേരാന്നറിയോ? എന്ത് പേര് വിളിക്കാം? ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം. മനസ്സിലായോ? പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ്. അപ്പൊ എന്താ ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം? ഓക്കെ, പ്ലാന്റ്സ് സൺലൈറ്റിന്റെ സഹായത്തോടു കൂടി കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉപയോഗിച്ച് അവർക്ക് ആവശ്യമായ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രക്രിയയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം. ഓക്കെ, മനസ്സിലായോ? അപ്പോ ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം മനസ്സിലായോ? ഇനി ഒരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ലീഫിന്റെ കളർ എന്താ? എന്താ ലീഫിന്റെ കളർ? ഗ്രീൻ കളർ. നമ്മൾ പറഞ്ഞു ലീഫ് എവിടെ വെച്ചാ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു? സോറി, പ്ലാന്റ് എവിടെ വെച്ചാ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു? ലീഫിൽ വെച്ച് പ്രിപ്പയർ ചെയ്യുന്നു. അതുകൊണ്ട് ഈ ലീഫിന് നമ്മൾ അറിയപ്പെടുന്ന ഒരു പേരുണ്ട്. എന്താണെന്നറിയോ? കിച്ചൺ ഓഫ് ദ പ്ലാന്റ്. പ്ലാന്റിന്റെ അടുക്കള. മനസ്സിലായോ? പ്ലാന്റിന്റെ അടുക്കള, സസ്യങ്ങളുടെ അടുക്കള എന്നറിയപ്പെടുന്ന പാർട്ട് ഓഫ് ദ പ്ലാന്റ് ആണ് ഏതാ? ലീഫ്. മനസ്സിലായോ? ഈ പ്രകാശ സംശ്ലേഷണത്തിന് നമ്മുടെ ലീഫിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളുണ്ട്. ആരാന്നറിയോ? നമ്മുടെ ലീഫിന് ഗ്രീൻ കളർ വരാൻ കാരണം അതാരാന്നറിയോ? നമ്മുടെ ലീഫ് എന്തുകൊണ്ടാ ഗ്രീൻ കളർ ഇരിക്കുന്നേ? അറിയാവോ? ക്ലോറോഫിൽ അഥവാ ഹരിതകം. പറഞ്ഞേ. ക്ലോറോഫിൽ അഥവാ ഹരിതകം. അതൊരു പിഗ്മെന്റ് ആണ്. മനസ്സിലായില്ലേ? നമ്മുടെ ഇലയ്ക്ക്, ലീഫിന് ഗ്രീൻ കളർ കൊടുക്കുന്ന ഒരു പിഗ്മെന്റ് ആണ് എന്താ പറയുന്നത്? ഹരിതകം അഥവാ ക്ലോറോഫിൽ. ഈ ക്ലോറോഫിൽ നമ്മുടെ ഇലയിൽ ഉണ്ടായത് കൊണ്ടാണ് എന്ത് സാധിക്കുന്നത്? നമ്മുടെ ലീഫിന് സൺലൈറ്റിന്റെ ഹെൽപ്പോട് കൂടി ഫോട്ടോസിന്തസിസ് ചെയ്യാൻ സാധിക്കുന്നത്. മനസ്സിലായോ? ഫോട്ടോസിന്തസിസ് എന്താന്ന് മനസ്സിലായോ? ലീഫിനെ ഹെൽപ്പ് ചെയ്യുന്ന പിഗ്മെന്റ് ഏതാ? ലീഫിന്റെ ഗ്രീൻ കളറിന് ഏതാ? ക്ലോറോഫിൽ. മനസ്സിലായോ? നന്നായിട്ട് മനസ്സിലായോ?